യെസ്. അപ്പോൾ നോക്കിയേ മൈക്രോയും മാക്രോ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് ലാർജ്. യെസ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം. ഒരു 5 പോയിന്റ്സ് നിങ്ങൾ കുറഞ്ഞത് പഠിച്ചു വെക്കുക. കാരണം 5 മാർക്സിനായിരിക്കും ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. വാട്ട് ആർ ദ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റാണ് എന്താ സ്മോൾ ആൻഡ് ലാർജ് എഴുതാം. ആൻഡ് നമ്മൾ മിസ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്താ മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ സ്റ്റഡി ആണെന്ന് പറഞ്ഞു. ഓക്കെ, മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആഗ്രിഗേറ്റ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ സ്റ്റഡിയാണ്, മൊത്തത്തിലുള്ള പഠനമാണ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് നോക്കി ഇക്വിലിബ്രിയം ആണ് നോക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ തമ്മിലുള്ള ഒരു ഈക്വൽ ആണോ അല്ലയോ സന്തുലിത അവസ്ഥ എന്നുള്ള മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോൾ മൈക്രോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പാർഷ്യൽ ഇക്വിലിബ്രിയം. ഒരു ഇൻഡിവിജ്വലിന്റെ ഡിമാൻഡും ഒരു ഇൻഡിവിജ്വലിന്റെ സപ്ലൈയും കാര്യങ്ങളും അല്ലേ നമ്മൾ മൈക്രോയിൽ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതേസമയം മാക്രോയിൽ നോക്കുകയാണെങ്കിൽ എന്താ ജനറൽ ഇക്വിലിബ്രിയം. നമ്മൾ എന്താണ് ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുക. ഓക്കെ, യെസ്. ആൻഡ് മൈക്രോയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് വേംസ് ഐ വ്യൂ. ഒരു പുഴു എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ മാക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബേർഡ്സ് ഐ വ്യൂ, പുഴു പക്ഷി അത്ര ഓർക്കുക. മൈക്രോയുടെ മറ്റൊരു പേരാണ് എന്താ പ്രൈസ് തിയറി എന്ന് പറയുന്നത്. ആൻഡ് മാക്രോന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ഇൻകം തിയറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ രണ്ട് എക്സാമ്പിളോട് എഴുതി വെക്കാം. മൈക്രോയിൽ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ഇൻഡിവിജ്വൽ ഇൻകം എന്തായിട്ട് എഴുതാം, എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇൻഡിവിജ്വൽ ഇൻകം ഓർത്ത് വെക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് മിസ് ഇൻഡിവിജ്വൽ ഇൻകം പറയുന്നത്. ആൻഡ് എന്താ മാക്രോയിൽ നമുക്ക് എന്ത് എഴുതാം, നാഷണൽ ഇൻകം എഴുതാം. സിമ്പിൾ. 6 പോയിന്റ്സ് ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, എക്സാമിന് ചോദിക്കും. പല രീതിയിൽ പല തവണ ഇത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ.